നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭരണി നക്ഷത്രമാണ്. 6th ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭരണി നക്ഷത്രം വന്നാൽ എന്തായിരിക്കും ഫലം, അതല്ലേ നോക്കണം. അപ്പം ഭരണി നക്ഷത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, ഭരണി നക്ഷത്രത്തെക്കുറിച്ചുള്ളൊരു ഫലമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഭരണി നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഏകദേശം 50ഓളം ഭരണി നക്ഷത്രക്കാരുടെ ഹൊറോസ്കോപ്പുകൾ എടുത്ത്, അത് പണ്ഡിതനും പാമരനും സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനുമായിട്ടുള്ള പലരുടെയും ഹൊറോസ്കോപ്പുകൾ എടുത്ത് നോക്കി, പല പ്രായവ്യത്യാസമുള്ളവരുടെ എടുത്ത് നോക്കിയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ദേവഭൂമിയായിട്ടുള്ള ഉത്തരാഖണ്ഡിൽ വെച്ച് ഷൂട്ട് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പുണ്യമുണ്ടതിന്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മിക്ക ആൾക്കാരും അത് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിന്ന് ഭരണിയുടെ വിശദമായിട്ടുള്ള ഇതിലേക്ക് പോകാം. 6ാം ഭാവാധിപൻ, 6ാം ഭാവത്തിൻ്റെ സ്ഫുടം കുജൻ, ശനി എന്നിവർ, കൂട്ടത്തിൽ ചന്ദ്രനും, മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനും ഭരണി നക്ഷത്രത്തിൽ നിന്നാൽ ഉറപ്പായിട്ടും പോയിരിക്കേണ്ട ക്ഷേത്രങ്ങളും ഭരണി നക്ഷത്രത്തിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസ് അസ്ട്രോളജി പഠിക്കുന്നവർക്കും വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭരണി, അപഭരണി എന്നൊക്കെ പറയും അതിന്. നമ്മൾ അടുക്കളയിലൊക്കെ ഇരിക്കുന്ന ഭരണിയുമായിട്ടൊന്നും ഇതിനൊരു ബന്ധമില്ല. ഇത് ട്രയാങ്കിൾ പോലെയുള്ള യോനി സ്വരൂപമായിട്ട് ഇരിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ ഭരണി നക്ഷത്രം. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യുന്ന ആ ഒരു കോൺസ്റ്റലേഷൻ ഗ്രൂപ്പിന്. അത് ഒരു നക്ഷത്രമൊന്നുമല്ല, കുറേ നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ്. അപ്പം ഇതിന് ഗ്രീക്ക് മിത്തോളജിയിലാണെങ്കിലും മറ്റു പല ഇതിലാണെങ്കിലും ചൈനീസ് അസ്ട്രോളജിയിലാണെന്നൊക്കെ പല പേരുകളാണ്. നമ്മൾ കൂടുതലും ഭാരതീയ വിഷയത്തെ ബേസ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഭരണി എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഭോജ്യവസ്തു ആയിട്ട് പറയുന്നത്, ഭരണി നക്ഷത്രത്തിൻ്റെ ഭോജ്യവസ്തുവായിട്ട് പറയുന്ന അരിയാണ്. ദേവത, കാലത്തിൻ്റെ ദേവതയായിട്ടുള്ള യമനാണ്. യമൻ്റെ നക്ഷത്രമാണെന്നാണ് പറയുന്നത്. നാശമില്ലാത്ത ആയിട്ടും എന്നാൽ മരണത്തെ ിക്കുന്ന ഉഗ്ര നക്ഷത്രമാണ് ഭരണി. അതുകൊണ്ട് യമനാണ് ഇതിൻ്റെ നക്ഷത്ര ദേവത. മൃഗം ആനയാണ്. അതുകൊണ്ട് തന്നെ ആനയുടെ കുറേ സ്വഭാവമുണ്ട്. വളരെ തണുപ്പും മട്ടും, എന്നാൽ ദേഷ്യം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന ഇടപെടുന്ന പോലെ ഇടപെടുകയും വളരെ കുണി ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും, എന്നാൽ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആന പെരുമാറുന്ന പോലെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. കുറച്ച് ഉഗ്ര സ്വഭാവമുള്ള ക്രൂര ഉഗ്ര നക്ഷത്രമാണ്. നല്ല ദേഷ്യം വരുന്ന ആൾക്കാരാണ് പൊതുവെ ഭരണി നക്ഷത്രക്കാർ. പക്ഷിപുള്ളാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമായതുകൊണ്ട് തന്നെ മാനുഷികമായിട്ടുള്ള എല്ലാ വികാരങ്ങളും ഉള്ള നക്ഷത്രമാണിവർ. മാനുഷിക സ്വഭാവങ്ങളായിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ പറയില്ലേ മനുഷ്യരല്ലേ എന്ന് പറയുന്ന അതെല്ലാം ബാധിക്കുന്ന മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ കുറവുകളും എല്ലാ സ്വഭാവങ്ങളും കൂടുതലുകളും ഉള്ള ഒരു നക്ഷത്രമാണ് ഭരണി. അതുപോലെ തന്നെ പുരുഷയോനി നക്ഷത്രമാണ്. അത് കുറച്ചുകൂടെ ഒരു മെയിൽ നേച്ചേഴ്സ്, കുറച്ചുകൂടെ ഒരു മെയിൽ ക്യാരക്ടർ, അതായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ, ആണിനുള്ളിൽ പെണ്ണും പെണ്ണിനുള്ളിൽ ആണും ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻയാൻ എന്നൊക്കെ പറയുന്ന പോലെ, സ്ത്രീയിലുള്ളിലെ പുരുഷത്വം പുരുഷനുള്ളിലെ സ്ത്രീത്വം എന്നൊക്കെ പറയുന്ന പോലെ, ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ അനിമസ് എന്നൊക്കെ യുങ് പറയുന്ന പോലെ, ആ സ്ത്രീക്കുള്ളിലെ പുരുഷനും പുരുഷനുള്ളിലെ സ്ത്രീത്വം, അതിൽ പൗരുഷം കൂടുതലുള്ള ഒരു നക്ഷത്രമാണ്. പൗരുഷ സ്വഭാവങ്ങൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഈഗോയൊക്കെ ആയിരിക്കും. ഈഗോയിസ്റ്റിക് നേച്ചറൊക്കെ ഉണ്ടാവും ഇവർക്ക്. ആ ഒരു സ്വാതന്ത്ര്യബുദ്ധി, ആന സ്വതന്ത്രമായിട്ട് നടക്കുന്ന പോലെ കൂട്ടം കൂടി സ്വതന്ത്രമായിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ചില സമയത്ത് ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു നക്ഷത്രമാണ് ഭരണി. സ്ഥാനം വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട്, വൃക്ഷങ്ങളുടെ ചുവട്ടിലൊക്കെയാണ് ഭരണിയുടെ സ്ഥാനം. ഇപ്പോൾ പ്രശ്നത്തിൽ ഭരണിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ, സാന്നിധ്യ വിഷയങ്ങളൊക്കെ വന്നാൽ, ഭരണി നക്ഷത്രത്തിൻ്റെ എന്തെങ്കിലും ബന്ധം അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ
വൃക്ഷങ്ങളുടെ ചുവടുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാം. യമൻ്റെ നക്ഷത്രമായിട്ട് വന്നതുകൊണ്ട് തന്നെ പിതൃ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചിന്തിക്കാം. യമനും അഹിയും ആർദ്രയും എന്ന് തുടങ്ങിയിട്ട് പിണ്ടനൂലിൻ്റെ നക്ഷത്രങ്ങൾ പറയാം. അപ്പോൾ യമൻ എന്ന് പറയുന്നത് ഭരണിയാണ്. അപ്പോൾ ഭരണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിതൃ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് പ്രശ്ന ദിവസം ഒരാൾ വന്ന് ഭരണി നക്ഷത്രത്തെക്കുറിച്ച് ചോദിച്ചാൽ നമുക്കതൊക്കെ പറയാം. അതുപോലെ തന്നെ ഭരണി നക്ഷത്രത്തിൻ്റെ അവയവം ശിരസാണ്. വൃക്ഷം എന്ന് പറയുന്നത് നെല്ലിയാണ്. മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ഒരു വൃക്ഷമാണ് നെല്ലി. അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ വീട്ടിൽ നെല്ലി വെച്ച് പിടിപ്പിക്കുന്നത് നന്നായിരിക്കും. തുളസിയില കിട്ടിയില്ലെങ്കിൽ സാളഗ്രാമത്തിൽ നെല്ലിയില കൊണ്ട് പൂജിക്കാം എന്ന് താന്ത്രികർ പറയുന്നുണ്ട്. അപ്പം നെല്ലിയിലയ്ക്ക് അത്രയ്ക്ക് തുളസിയില പോലെ തന്നെ പ്രാധാന്യമുണ്ട്. അപ്പം അത്രയും വലിയ നിരവധി പൂജയൊക്കെ കഴിക്കുന്ന സമയത്ത് നെല്ലിയില കൊണ്ട് പൂജയൊക്കെ കഴിക്കുന്ന ഒരു രീതിയും ഉണ്ട്. അപ്പം അത്രയും മഹത്വമുള്ളതാണ് നെല്ലി. പിന്നെ ഔഷധം, അത്രയും ഔഷധ ഗുണമല്ലേ നെല്ലിക്ക്. നെല്ലിക്ക മിക്ക പ്രധാനപ്പെട്ട ശാരീരിക പുഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള രസായനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇവരെല്ലാം നെല്ലിക്കയ്ക്ക് ഒരുപാട് പ്രാധാന്യം. ഇപ്പോൾ ചവനപ്രാവശ്യത്തിൻ്റെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ്. അപ്പം ചവന മഹർഷിയാൽ ഉണ്ടാക്കിയൊരു കാര്യമാണ്. അപ്പോൾ അത്രയും സൗന്ദര്യം വരുത്താൻ വേണ്ടിയിട്ടുള്ള, അപ്പോൾ നെല്ലിക്കയ്ക്ക് അത്രയും ഗുണമുണ്ട്. അപ്പോൾ അത് ഇന്ന് ഭരണിക്കാരാണ്, ഭരണിയുടെ വൃക്ഷമാണ് നെല്ലി എന്നുള്ളത്. അതുപോലെ തന്നെ ദിക്ക് ഉത്തര ദിക്കാണ്. സ്വരൂപം മൃഗാകാരമാണ്. ഒരു അധോമുഖ നക്ഷത്രമാണിത്. ഭരണി ദിവസം പ്രശ്നം വരിക, ഭരണിയുമായി ഉദിച്ചു നിൽക്കുന്ന സമയത്ത്, ലഗ്നം ഉദിക്കുന്ന സമയത്ത് അവർ ആരോടും നമ്മൾ എടുക്കുന്ന സമയത്ത് ലഗ്നം ഭരണിയിലാണ് അപ്പോൾ ഉദിച്ച് നിൽക്കുന്നതെങ്കിലൊക്കെ കുറച്ച് അധോമുഖമായിട്ടുള്ള കാര്യങ്ങളാണ്. ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ ലഗ്നോദയത്തെ കൊണ്ടാണ് പറയുന്നത് പ്രശ്നത്തിൽ. അപ്പം അത് ഭരണി നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തടസ്സങ്ങളുണ്ടാവും എന്ന് തന്നെ പറയുകയും വേണം. അതുപോലെ തന്നെ ക്രൂര ഉഗ്ര നക്ഷത്രമാണ് ഭരണി എന്നുള്ളതാണ്. യോനിയാണ് അതിൻ്റെ സ്വരൂപം എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഭരണിയെക്കുറിച്ച് നമ്മൾ എടുത്തു പറയുന്നത്. ഇനിയിപ്പോൾ ഭരണിയുടെ രോഗങ്ങളെക്കുറിച്ച് നോക്കാം നമുക്ക്. 13 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 26 ഡിഗ്രി 40 മിനിറ്റ് വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന അതിബൃഹത്തായ ഒരു നക്ഷത്ര സമൂഹമാണ് ഭരണി എന്ന് പറയുന്നത്. നമുക്ക് നവാംശത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ അഥർവവേദത്തിലും അതുപോലെ തന്നെ പലയിടത്തും ഈ ഭരണിയെക്കുറിച്ച് പറയുന്നതും വാഴ്ത്തുന്നതും ഒക്കെ നമുക്ക് അപ്പോൾ പഠിക്കാം. അപ്പം ഇവിടെ രാശിചക്രത്തിലെ 2ാമത്തെ നക്ഷത്രം, മേടത്തിൽ വരുന്ന നക്ഷത്രം, കുജനാധിപത്യം വരുന്ന രാശി, രവിക്ക് ഉച്ചാധിപത്യം വരുന്ന രാശി, അതുപോലെ തന്നെ ശുക്രൻ്റെ രാശി, ശുക്രൻ്റെ നക്ഷത്രം. ശുക്രൻ, രവി, കുജൻ, ഈ 3 ഗ്രഹങ്ങളെയും കൂടെ, ഇതൊരു 3 ഡിഷാണെങ്കിൽ ഇത് 3ഉം കൂടി ഒരു പാത്രത്തിലിട്ട് കുഴച്ച് വെച്ച് എങ്ങനെ ഇരിക്കും, അതായിരിക്കും ഭരണിക്കാരുടെ സ്വഭാവം. ശുക്രൻ്റെ എല്ലാ സ്വഭാവങ്ങളും കയ്യിലുണ്ടാവും, രവിയുടെ ഒട്ടുമിക്ക സ്വഭാവങ്ങളും കയ്യിലുണ്ടാവും, കുജൻ്റെയും സ്വഭാവങ്ങളെല്ലാം കയ്യിലുണ്ടാവും. ഉഗ്രസ്വരൂപങ്ങളുണ്ടാവും, റൊമാൻറ്റിക്കായിട്ടുണ്ടാവും, ഭോഗിയായിരിക്കും. അതുപോലെ തന്നെ രവിയുടെ കൂട്ടുള്ള ലീഡർഷിപ്പ് കാര്യങ്ങളും ഈഗോയും എല്ലാം ഉണ്ടാവും. ഇത് 3ഉം കൂടെ കുഴച്ച് വെച്ചാൽ പോലെ ഇരിക്കും ഭരണി എന്നുള്ളത്. ഭരണിക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്ര ജ്വരം, മസ്തിഷ്കത്തിലുള്ള രോഗങ്ങൾ, ശരീരവേദന, മോഹാലസ്യം, മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി ആണ്. മുഖത്തുണ്ടാവുന്ന രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അതുപോലെ തന്നെ ഞരമ്പിനുണ്ടാവുന്ന രോഗങ്ങൾ, പിന്നെ കുറച്ചൊക്കെ ഞരമ്പ് രോഗവും. അപ്പോൾ അത് സുഖഭോഗങ്ങൾ കൊണ്ടുള്ള രോഗങ്ങൾ, ഇതെല്ലാം ഭരണിക്കാർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ്. പ്രത്യേകിച്ച് ഭരണി നക്ഷത്രത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രൻ്റെ ബലക്ഷയം, ചന്ദ്രൻ അവിടെ നിൽക്കുകയോ ലഗ്നം അവിടെ നിൽക്കുകയോ ചെയ്തിട്ട് ഭരണി നക്ഷത്രത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രൻ ബലക്ഷയം വരികയും ചെയ്താൽ ശക്തമായിട്ടുള്ള ജീവിത ബുദ്ധിമുട്ടുകൾ 33 വയസ്സിന് ശേഷം ഇവർക്കുണ്ടാവും. അപ്പം പ്രത്യേകിച്ച് സ്ത്രീകളിൽ 33 വയസ്സിന് ശേഷം വളരെ ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ ചിലപ്പം കടന്നു പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. എന്നാൽ പുരുഷന്മാർക്ക് നേരെ തിരിച്ചു കഴിഞ്ഞാൽ ഒരു 35-35നൊക്കെ മുകളിൽ അവർ സക്സസ് ആവുകയാണ് ചെയ്യുന്നതും കണ്ടിട്ടുള്ളത്. പൊതുവേ പുരുഷന്മാർ ചന്ദ്രനോ ലഗ്നവോ ഭരണി നക്ഷത്രത്തിൽ വീണാൽ അവർക്ക് ഗുണാനുഭവങ്ങളാണ് വരുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് പൊതുവേ അത് ദോഷമായിട്ടുമാണ്, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളായിട്ടും റിലേഷൻഷിപ്പ് പരമായിട്ട് പ്രത്യേകിച്ച് അതാണ്.
റിലേഷൻഷിപ്പ് പരമായിട്ട് ദുഃഖങ്ങളായിട്ടുമാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്. ബാക്കി നിരീക്ഷിക്കാൻ വിട്ടുതരുന്നു നിങ്ങൾക്ക്. ഞാൻ 6-ാം ഭാവം ഭരണി നക്ഷത്രമാവുക, 6-ാം ഭാവത്തിൻ്റെ സ്ഫുടം, 6-ാം ഭാവാധിപൻ ഭരണി നക്ഷത്രത്തിൽ നിൽക്കുക, ലഗ്നം ഭരണി നക്ഷത്രത്തിൽ വരിക, ചന്ദ്രൻ ഭരണി നക്ഷത്രത്തിൽ വരിക, കുജനും ശനിയും ഭരണി നക്ഷത്രത്തിൽ വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. രോഗങ്ങൾക്കപ്പുറമായിട്ട് ഈ രോഗങ്ങളെ എങ്ങനെ ക്യൂർ ചെയ്യാം എന്നുള്ളത് ചോദിച്ചാൽ, അസുഖം വന്ന ആശുപത്രി പോകണം, മരുന്ന് കഴിക്കണം. ഗ്രോസ് ലെവലിലുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റൽസ്, ഡോക്ടേഴ്സ്, ആയുർവേദമെങ്കിൽ ആയുർവേദം, അലോപ്പതി എങ്കിൽ അലോപ്പതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തോ അത്. ഇനി എല്ലാ പ്ലാസിബോ എഫക്റ്റ് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ. ഇനി അസുഖം കഴിച്ചിട്ട് ആ ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടാണ് എനിക്ക് അസുഖം വന്നതെന്ന് വിചാരിക്കുന്ന നാസിബോ എഫക്റ്റ് ആണെങ്കിൽ അത് അങ്ങനെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടം എന്താണോ, ഏത് ഹോസ്പിറ്റലിൽ പോയാലാണോ, ഏത് ഡോക്ടറെ കണ്ടാലാണോ നിങ്ങൾക്ക് അസുഖം മാറുന്നതെന്ന് തോന്നുക, അവിടെ തന്നെ പോവുക. അത് ഗ്രോസ് ലെവലിലുള്ള കാര്യങ്ങളാണ്. ഗ്രോസ് ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങളെയും സറ്റിൽ ലെവലിലുള്ള ഊർജങ്ങളാണ് സ്വാധീനിക്കുന്നത്. ഇതുപോലെയാണോ ഈ ശരീരത്തെ ഈ സംസാരിപ്പിക്കാൻ എൻ്റെ ഉള്ളിലെ ഊർജ ചൈതന്യം പ്രേരിപ്പിക്കുന്നത്, ആ ചൈതന്യം പോയി കഴിയുമ്പോൾ ഏതുപോലെയാണോ ഈ ശരീരം ഒരു ജഡമായി ചലനമറ്റതായി തീരുന്നത്, നാശത്തിലേക്ക് പോകുന്നത്, അതുപോലെ നമ്മുടെ ഓരോ പ്രവർത്തികളുടെ പിന്നിൽ ഒരു റീസണുണ്ട്. എവറി ആക്ഷൻ ഈസ് എ തോട്ട് മെയ്ഡ് മാനിഫെസ്റ്റേഷൻ എന്നാണ്. ആ തോട്ടിന് ഒരു റീസണുണ്ട്. ആ റീസൺ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ റീസണെ നമ്മൾ വിളിക്കുന്ന ഡെപ്റ്റ് എന്നാണ്, പാസ്റ്റ് ലൈഫ് കർമ്മ എന്നാണ്. ആ കർമ്മ ക്ലെൻസ് ചെയ്യാൻ ഭാരതഭൂമിയിലെ ചില പുണ്യ സങ്കേതങ്ങൾ ഈ സ്ഥലത്തിന് ആ എനർജിയെ ക്ലെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ ക്ഷേത്രങ്ങൾ, അതുകൊണ്ട് അത് ക്ഷയിപ്പിക്കുന്നത് എന്നൊരു അർത്ഥവും കൂടി ക്ഷേത്രത്തിനുണ്ട്. അപ്പം കർമ്മഫലത്തെ ക്ഷയിപ്പിക്കുന്ന സ്ഥലങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോവുക തന്നെ വേണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ഭരണി നക്ഷത്രം എന്ന് പറയുന്നത്, അത് ഭരണി യമൻ്റെ നക്ഷത്രമാണ്. അപ്പം അത് യമൻ എന്ന് പറയുന്നത് എന്താ, അസോസിയേറ്റ് വിത്ത് ലൈഫ്, ഡെത്ത്, റീബർത്ത്. അതേപോലെ തന്നെ അതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ട്രയാങ്കിളാണ്, യോനിയാണ്, സ്ത്രീ യോനിയാണ്. അപ്പോൾ അത് ക്രിയേറ്റിവിറ്റി, കാമം, റീപ്രൊഡക്ഷൻ, സെക്സ്, ഇതെല്ലാമായിട്ട് റിലേഷൻഷിപ്പ്, ക്രിയേറ്റീവ് എനർജി, ഇതെല്ലാമായിട്ട് വരും. അപ്പോൾ ഇവിടെ വീനസ് അതിൻ്റെ അതിദേവതയും കൂടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ക്ഷേത്രം എന്ന് പറയുന്നത്, ഭാരതഭൂമിയിലെ ഇതിൻ്റെ മെയിൻ ക്ഷേത്രം എന്ന് പറയുന്നത് ആസാമിലുള്ള കാമാഖ്യ ക്ഷേത്രമാണ്. ഭരണി നക്ഷത്രക്കാരുടെ ദോഷം ദുരിതങ്ങൾ തീരാൻ വേണ്ടി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കാമാഖ്യ ക്ഷേത്രത്തിൽ പോയി തൊഴുകയും നിങ്ങൾ യഥാശക്തി വഴിപാട് അവിടെ നടത്തുകയും ചെയ്യുക. എന്തെങ്കിലും സമർപ്പണം നിങ്ങൾ ചെയ്യുക. അതിന് സമർപ്പിക്കേണ്ട ചില രീതികളൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് രഹസ്യമായതുകൊണ്ട് അത് പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ അതിനൊരു നിങ്ങൾ വേണ്ട പോലെ അവിടെ സമർപ്പിക്കുക, പോയി വേണ്ട കാര്യങ്ങൾ, നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ 2 ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നാമത്തെ അഗ്നേശ്വരും സുന്ദരനായികയും കൂടി ചേർന്ന ക്ഷേത്രം നാഗപട്ടണത്തിനടുത്ത് നല്ലടൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വടരണീശ്വര സ്വാമിയും വണ്ടാർകുഴലി അമ്മനും കൂടിയുള്ള തിരുവള്ളൂരിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, വടരണീശ്വര ക്ഷേത്രം. വണ്ടാർകുഴലി അമ്മനും വടരണീശ്വരനും കൂടിയായിരിക്കുന്ന മഹാദേവനാണ് അവിടുത്തെ പ്രതിഷ്ഠ. അഗ്നീശ്വര സ്വാമിയും സുന്ദരനായികയും കൂടെയുള്ള ക്ഷേത്രവും നാഗപട്ടണത്തിനടുത്തുള്ളതും മഹാദേവ ക്ഷേത്രമാണ്. ഇത് 2 ശൈവ ക്ഷേത്രങ്ങളാണ്. അതും ഈ പറഞ്ഞ പോലെ 27 നക്ഷത്രങ്ങൾക്ക് വേണ്ട ക്ഷേത്രങ്ങളിൽ, തമിഴ്നാട്ടിലുള്ള നക്ഷത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പോയി തൊഴുന്നത് വളരെ വിശേഷമാണ്. ഗുണം വരികയും ചെയ്യും, ഐശ്വര്യം വരികയും ചെയ്യും. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർ തൊഴുതിരിക്കേണ്ട 2 ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണെങ്കിലും അവിടുത്തെ ദേവി നട ചെങ്ങന്നൂർ ദേവി ക്ഷേത്രം ആണ്. ചെങ്ങന്നൂർ മഹാദേവി ക്ഷേത്രം, മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ തന്നെ ഭഗവതി തൃപ്പൂത്തൊക്കെയുള്ള ക്ഷേത്രമാണ്. എനിക്കതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു പഠനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഇത് പലതും 3 ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ ഒരു പരിഹാരങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബുക്ക്, അവിടെ കാമാഖിയാണ് പറയുന്നത്. അത് ഓൾ ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളും പറയുന്നുണ്ട്, ഓൾ ഇന്ത്യ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ നക്ഷത്ര ക്ഷേത്രങ്ങൾ എടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് എടുത്തു. അപ്പം
ഈ കേരളത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പലതും പരിശോധിച്ചപ്പോൾ പരിഹാരമായിട്ട് ഭരണിക്ക് പറഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് മഹാദേവി ക്ഷേത്രമായിരിക്കും, ചെങ്ങന്നൂർ ക്ഷേത്രമാണ്. അപ്പോൾ ഈ ചെങ്ങന്നൂർ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ കാമാക്ഷി ക്ഷേത്രത്തിലും ഒരുപോലെ തൃപ്പൂത്തുണ്ട് ഭഗവതിക്ക്. ഭഗവതി പീരീഡ്സ് ആവും, ആർത്തവം ഉള്ള ദേവിയാണ്. അപ്പോൾ അവിടെ അത് അമ്പൂപാച്ചി മേള എന്നൊക്കെ പറഞ്ഞിട്ട് ആസാമിൽ അതൊരു ഭയങ്കര ആഘോഷമാണ്. ഇവിടെയും തൃപ്പൂത്താറാട്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ചെങ്ങന്നൂർ തൃപ്പൂത്തുള്ള ഭഗവതിയാണ്. അപ്പോൾ ഈ ക്ഷേത്രവും ചെങ്ങന്നൂർ ദേവീ ക്ഷേത്രവും അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രം, ഉഗ്രയായിരിക്കുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളും പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ ക്ഷേത്രവും ഈ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രദോഷത്തിനുള്ള ഡെപ്റ്റ് തീരാനുള്ള പരിഹാരമാണ്. ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ടുള്ളൊരു ചേഞ്ച് ഈ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഡ്രാസ്റ്റിക്കായിട്ടുള്ളൊരു ചേഞ്ച് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളത് അനുഭവം കൊണ്ട് ആണ് ഞാൻ പറയുന്നത്, മാറിയിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ 6-ാം ഭാവാധിപൻ ഒരു നക്ഷത്രത്തിൽ നിന്നാൽ ഏതൊക്കെ രോഗം വരാം, അതിന് എങ്ങനെയൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി പരിഹാരം നടത്താം എന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.